ഇത് കർണാടക സ്വദേശി മുഹമ്മദ് നിസാർ അഹമ്മദ്. ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം രാജസ്ഥാനിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ട്രെയിനിലുണ്ടായ സ്ഫോടനങ്ങളുടെ പേരിൽ 1993 പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണ്. നിരപരാധിയാണെന്ന് കണ്ട് സുപ്രീം കോടതി ഇക്കഴിഞ്ഞ മെയ്യിൽ വിട്ടയച്ചു. ചെയ്യാത്ത കുറ്റത്തിന് നിസാർ അനുഭവിച്ചത് 23 കൊല്ലത്തെ തടവ് ശിക്ഷ. अब चलो मेरी ज़िंदगी का एक बहुत बड़ा हिस्सा तो गुजर चुका, लेकिन मैं ये चाहता हूँ कि आगे जब पूर्व कानून बनाया जाए या कुछ किया जाए तो फिर कोई एक निसार को जो ना और पैदा ना किया जाए. മലേഗാവ് സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന ഡോക്ടർ ഫാറൂഖ് മഖ്ദൂമി, മക്ക മസ്ജിദ് സ്ഫോടനത്തിന്റെ പേരിൽ ശിക്ഷയനുഭവിക്കേണ്ടി വന്ന ഷുഹൈബ് ജഗിദാർ, ഇമ്രാൻ സയ്യിദ് ഖാൻ, മുംബൈ സബർബൻ ട്രെയിൻ സ്ഫോടന പരമ്പരയുടെ പേരിൽ 9 കൊല്ലം ജയിലിൽ കിടന്ന വാഹിദ് ഷെയ്ഖ് തുടങ്ങി 10ഓളം നിരപരാധികൾ സംഗമത്തിൽ അനുഭവം പങ്കുവച്ചു. ഇന്നസെന്റ് നെറ്റ്വർക്ക് ഇന്ത്യ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സംഗമം. ക്യാമറ പേഴ്സൺ സിയാ രജിത്തിനും PM ഷാഫിക്കുമൊപ്പം TK റാഷിദ്, ഡൽഹി.